പോസ്റ്റർ ഡിസൈനിങ്ങിൽ എന്നെ എപ്പോഴും ഏറ്റവും അധികം ആകർഷിക്കുന്ന ഒരു കാര്യം ടൈറ്റിലിംഗ് ആണ്. ഒരു സിനിമയുടെ പേര് എഴുതിയിരിക്കുന്നത് കണ്ടാൽ ആ സിനിമയുടെ സ്വഭാവം മനസ്സിലാവുക എന്ന് പറയുന്ന ഒരു കാര്യം വേണമെന്ന് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. ശരിയാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ പടത്തിൻ്റെ ടൈറ്റിലുകളെല്ലാം. അപ്പോൾ എനിക്ക് കോളിൻസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ടൈറ്റിൽ കൽക്കട്ട ന്യൂസിൻ്റെയാണ്. കൽക്കട്ട ന്യൂസ് എഴുതിയത് ലെറ്ററിങ്ങിൻ്റെ സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മേരിക്കുണ്ടൊരു കുഞ്ഞാട് വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. കണ്ടപ്പോൾ എനിക്ക് ഇത് എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് തോന്നിയ ഒരു സ്റ്റൈലായിരുന്നു എഴുതിയ. സ്ലേറ്റിൽ എഴുതുക എന്ന് പറയുന്നത് ഒരു കുട്ടി കൈകൊണ്ട് എഴുതിയതുപോലെ അത് വളരെ നന്നായിരുന്നു. കോളിൻസിന് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉള്ള വർക്കുകൾ ഏതൊക്കെയാണ്? ചെയ്യുന്നതെല്ലാം വളരെയധികം ഇഷ്ടപ്പെടാറുണ്ട്. പിന്നെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് മാറി നോക്കുമ്പോഴാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അറിയുന്നത്. പിന്നീട് അതെല്ലാം തിരുത്തിയാണ് ഓരോ വർക്കുകളും മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പൊ പണ്ട് സർഫിന്റെ ഒക്കെ ഷേപ്പിൽ സർഫൊക്കെ ഇട്ടിട്ട് ചെയ്തതുപോലെ തോന്നിക്കുന്ന സംഘം അങ്ങനെ ഈ പഴയ കാലത്തെ പോസ്റ്റേഴ്സിൽ നല്ല ഓർമ്മയിലുള്ള ടൈപ്പ് ഏതൊക്കെ ഓർക്കാൻ പറ്റും? ഞാൻ ചെയ്യാത്തത് മറ്റുള്ളവർ ചെയ്തതിൽ മെയിൻലി ഞാൻ വളരെയധികം ആകാംക്ഷയോടെ ഇരുന്ന ടൈറ്റിലുകളൊക്കെയാണ്. സ്ഫടികം, കാലാപ്പാനി, ഇതൊക്കെ വന്നൊന്നും ഞാൻ ഫീൽഡിലില്ലെങ്കിലും ഈ കാത്തിരിക്കും എങ്ങനെയായിരിക്കും ഇതിൻ്റെ ടൈറ്റിലിൻ്റെ സ്വഭാവം എന്നുള്ളത്. അങ്ങനെ അതെല്ലാം വളരെയധികം ക്യാച്ചുവായിട്ടുള്ള സംഭവമായിരുന്നു. ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് നിന്ന് നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ്ങിൽ വന്നിട്ടുള്ള ടെക്നിക്കലായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഇപ്പം മുൻപ് കൈകൊണ്ട് തന്നെ വരയ്ക്കണമായിരുന്നു, ചില കാര്യങ്ങൾ ടൈപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഒരുപാട് സഹായകമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിന് നെഗറ്റീവ് സൈഡുകളുണ്ട്. അത് പ്രേക്ഷകർക്ക് അത് അറിയാൻ കൗതുകം ഉണ്ടാവും. എന്താണ് പോസിറ്റീവ് സൈഡ്സ്, എന്താണ് നെഗറ്റീവ് സൈഡ്സ്? പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് പണ്ട് ഇത് ചെയ്യുമ്പോൾ എല്ലാം വേറെ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ തന്നെയാണ്. വേറെ കമ്പ്യൂട്ടറുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല. എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഓൺലി മൈൻഡിൽ നിന്ന് മാത്രമാണ് ഇത് വരുന്നത്. എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം? ഇപ്പോൾ കാലാപ്പാനി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് തീ കത്തിച്ചിട്ടൊക്കെയാണ് അത് ഫോട്ടോ എടുത്തിട്ടൊക്കെയാണ് അത് വർക്ക് ചെയ്തതെന്നുള്ളത്. അതുപോലെ സ്ഫടികത്തിൻ്റെ ഒക്കെ ടൈറ്റിലുകൾ അതൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ഫിസിക്കലായിട്ടുള്ള ഇത് കൂടി ഉണ്ട് അതിനകത്ത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറുണ്ട്. ഗ്രാഫിക്സ് ഐറ്റംസ് കംപ്ലീറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. അത് ഒരു കൂടുതൽ അഡ്വാൻറ്റേജ് ആണ് നമുക്കത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതനുസരിച്ച് പിന്നെ ബ്രെയിൻ രണ്ട് ടൈപ്പാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഫ്ലെക്സും ഈ പോസ്റ്ററും ഡിസൈൻ ചെയ്യുന്നതിൽ ഉള്ളൊരു വ്യത്യാസം എന്താണ്? ഫ്ലെക്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇപ്പോൾ ഫ്ലെക്സിനെയാണ്. കാരണം ഒരുപാട് സമയമെടുത്താണ് ഓരോ ഫ്ലെക്സുകളും ചെയ്തത്. കാരണം ഭയങ്കര ഹ്യൂജായിട്ട് ഇത് വരുമ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ, അതിൻ്റെ ക്വാളിറ്റി എല്ലാം നമ്മളത് നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. പോസ്റ്റേഴ്സ് 300 റെസൊല്യൂഷൻസ് ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ചെയ്താൽ മതി പ്രസ് ആയിട്ട് ബന്ധപ്പെട്ട ഇതിന്. ഫ്ലെക്സ് ആകുമ്പോഴത്തേക്കിനും എപ്പോഴും നമുക്ക് വർക്കിൻ്റെ ടൈം ഒരുപാട് എടുക്കുന്നുണ്ട്. അതേപോലെ ടൈം വേസ്റ്റേജും നമുക്ക് പോവുകയാണ് ഒരുപാട്. ഫ്ലെക്സിൽ ഇപ്പം ഈ ഹ്യൂജ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ വരുമ്പോൾ ഈ ഗ്രെയിൻസ് വരാനുള്ള സാധ്യത, നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ അത് ബ്ലറായി പോവും, ഗ്രെയിൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ആദ്യം പോസ്റ്റേഴ്സ് വന്നു, പേപ്പർ പോസ്റ്റേഴ്സ് വന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റേഴ്സ് ആയിരുന്നു. പിന്നെ കളർ പോസ്റ്റേഴ്സ് വന്നു. കളർ പോസ്റ്റേഴ്സിൽ വാർണിഷ് പോസ്റ്റർ വന്നു. ഇപ്പം ഫ്ലെക്സ് വന്നു. എന്തായിരിക്കും അടുത്ത ഒരു സ്റ്റേജ് എന്നാണ് വിചാരിക്കുന്നത്? ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് വരും കാലങ്ങളിൽ ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ പോലെ തന്നെ മൂവ്മെൻറ്റ്സ് ഉള്ള പോസ്റ്റേഴ്സ് അതിറങ്ങുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇനിയും എന്തൊക്കെയാണ് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഫ്ലെക്സ് ഇപ്പോൾ ഫ്ലെക്സ് തന്നെ ഇപ്പോൾ പുതിയ മോഡൽ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതെന്താ? പുതിയൊരു മെറ്റീരിയലും, കാരണം ഇപ്പോൾ ഈ ഇതെല്ലാം പ്രകൃതി ഇതായതുകൊണ്ട് പുതിയ ടൈപ്പ് മെറ്റീരിയലൊക്കെ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെയൊക്കെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ട് ആരും അതിനകത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ആയി വരുന്നുണ്ട്. അത് എക്കോ ഫ്രണ്ട്ലി ശരിക്കും അത് വലിയൊരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ഈ ലക്ഷക്കണക്കിന് ഈ ഫ്ലെക്സുകൾ സിനിമകളുടെയും പ്രോഡക്ട്സിൻ്റെ ഒക്കെ ഫ്ലെക്സുകൾ പിന്നീട് എന്ത് ചെയ്യുന്നുള്ളതൊരു വിഷയം തന്നെയാണ്. ഇപ്പോൾ അറ്റ് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? പ്രസൻ്റ് ഇപ്പോൾ റിലീസ് ചെയ്ത് ചൈന ടൗൺ ഡബിൾസ്, പിന്നെ വന്ന സിറ്റി ഓഫ് ഗോഡ്, 3 കിങ്സ്, പിന്നെ കാസനോവ, പിന്നെ സെവൻസ് ജോർജ് സാറിൻ്റെ.
അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ മൾട്ടി സ്റ്റാർ സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു അത്. കൊടുങ്കാറ്റ്, ഇതിഹാസം, രക്തം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കാലത്ത് നിന്ന് ഇപ്പോൾ വീണ്ടും മൾട്ടി സ്റ്റാർ സിനിമകളുടെ ഒരു കാലം വരികയാണ്. സാധാരണഗതിയിൽ മൾട്ടി സ്റ്റാർ സിനിമകൾ വരുമ്പോൾ എനിക്ക് ഊഹിക്കാൻ പറ്റും ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്ന രണ്ടാൾക്കാർ, ഒന്ന് ഡയറക്ടർ, പിന്നൊന്ന് പരസ്യകലാ ഡിസൈനറും ആയിരിക്കും. അപ്പോൾ ഈ പോസ്റ്ററുകൾ ഈ മൾട്ടി സ്റ്റാർ സിനിമകളുടെ ഏറ്റവും അധികം ചെയ്തിട്ടുള്ളത് കോളിൻസാണ്. 2020, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ചൈന ടൗൺ. പരാതികൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു പടം ഉണ്ടായി 2020. അതിന് മാത്രം ഭയങ്കരമായിട്ട് അത് വാർത്തകളിലെല്ലാം നിറഞ്ഞിരുന്ന ഒരു സംഭവമായിരുന്നു ആ ടൈമിൽ. ഈ മമ്മൂക്കേനെ നടുവിൽ നിർത്തി ജയറാമേട്ടൻ അറ്റത്തായി, ലാലേട്ടൻ സൈഡിലായി പോയി. ഈ ഫാൻസ് ആണോ ഇത് പറയുന്നത്? ഫാൻസിൻ്റെ നിന്നായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് കൂടുതലും. പിന്നെ അത് ടോട്ടൽ അതങ്ങനെയൊന്നും ഒരു സ്റ്റാർഡം നോക്കിയിട്ടൊന്നും അല്ല. ലേ ഔട്ടിൻ്റെ ഭംഗിയും ആ ഒരു ഇതനുസരിച്ചാണ് ഞാനിന്ന് വർക്ക് ചെയ്തത്. അത് ഞാനന്ന് കേട്ടിട്ടുണ്ട്. ഈ 2020 മമ്മൂക്കയുടെ ബ്ലാക്ക് ഡ്രസ്സിലുള്ള ഇതുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ഇത്രയ്ക്കും പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ഞാനും ഇതിൻ്റെ പിന്നിലുള്ളവരും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. കാരണം ഒരു 2020 പോസ്റ്ററിൻ്റെ ഒരു 10-15 ഡിസൈൻ ചെയ്തു ഫസ്റ്റ് ലുക്കിന് വേണ്ടി മാത്രം തന്നെ. അതിൽ നിന്ന് ഓരോന്നും സെലക്ട് ചെയ്താണ് ആ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയത്. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഒരു പീഡനം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഭയങ്കര ഹാപ്പി. പിന്നീട് വന്ന ചിത്രങ്ങൾക്കൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി. ഇപ്പോൾ ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ചൈന ടൗൺ, അങ്ങനെയൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവർക്കും അതിൻ്റെ പ്രോമിനൻസ് കൊടുത്ത് തന്നെ ആണ് ചെയ്തത്. അല്ല, വലിയ സർക്കസാണ്. കാരണം ഒരു താരം മാത്രമുള്ള സിനിമയാണെങ്കിൽ തന്നെ പരാതികളുണ്ടാവും. ചില മറ്റു ആർട്ടിസ്റ്റുകളെ വെച്ചില്ല, എൻ്റെ തല കാണിച്ചില്ല, എന്നെ പോസ്റ്ററിൽ മെൻഷൻ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതികൾ എപ്പോഴും ഉണ്ടാവും. കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. മാരീഡാണോ? മാരീഡാണ്, 2 കുട്ടികളുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്? ഇല്ല, വൈഫ് ഹൗസ് വൈഫാണ്. പേര് മിൽഡ. മകൻ 4th സ്റ്റാൻഡേർഡിൽ, എയ്ഡൻ. മോള് അൽവിന 1st സ്റ്റാൻഡേർഡിൽ. ഫാദർ താമസിക്കുന്നത് ഞാനിപ്പോൾ ചെമ്പൂക്കിൽ. എൻ്റെ പ്രോപ്പർ സ്ഥലം പച്ചാളം. അവിടെ മദർ എക്സ്പയർഡ് ആയി, ഫാദർ ഉണ്ട്. അപ്പോൾ ഏതായാലും ആദ്യ സിനിമ പോലെ തന്നെ അതിൻ്റെ പേര് പോലെ കുബേരൻ, സിനിമകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ കുബേരനാവട്ടെ, ദീർഘകാലം ഇവിടെ നിലനിൽക്കാൻ കഴിയും.